ഓം ശാന്തി 2/4/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, മറ്റുള്ള കൂട്ടുകെട്ടെല്ലാം വിട്ട് ഒരു കൂട്ടുകെട്ടുമായി യോജിക്കൂ. സാഹോദര്യത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കൂ, എങ്കിൽ ദേഹം കാണപ്പെടില്ല, ദൃഷ്ടി മോശമാകില്ല, വാക്കുകളിൽ ശക്തി നിറഞ്ഞിരിക്കും. മറ്റുള്ള കൂട്ടുകെട്ടെല്ലാം വിട്ട് ഒരു കൂട്ടുകെട്ടുമായി ബുദ്ധിയോഗം യോജിപ്പിക്കണം. ഇവിടെ ബാബ കൂട്ടുകെട്ട് എന്നുദ്ദേശിക്കുന്നത് പുറമേയുള്ള ബാഹ്യമായ സുഹൃത്ത് ബന്ധമോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായി ഉള്ള കൂട്ടുകെട്ടോ അല്ല. പകരം നമ്മുടെ മനസ്സിൽ സങ്കല്പങ്ങളുടെ കൂട്ടുകെട്ടാണ്. നമ്മുടെ സങ്കല്പങ്ങളുടെ കൂട്ടുകെട്ട് ഏതാണ്? ബാബയുമായി ആണോ അതോ മറ്റെന്തെങ്കിലുമായി ആണോ? മറ്റെന്തെങ്കിലുമായി ആണ് എങ്കിൽ അത് നമ്മളെ വീഴ്ത്തുകയേ ഉള്ളൂ. ബാബയുമായി ആണ്, ബാബയുടെ ജ്ഞാനവുമായി ആണ് എങ്കിൽ അതെപ്പോഴും നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നാം ആത്മാവാണ്, മറ്റുള്ളവരെല്ലാവരും നമ്മുടെ സഹോദരാത്മാവാണ്. ഇങ്ങനെയുള്ള സാഹോദര്യത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എങ്കിൽ നമ്മൾ ശരീരത്തിൽ ശ്രദ്ധ കൊടുക്കില്ല, ദൃഷ്ടി ഒരിക്കലും മോശമാകില്ല, വാക്കുകളിൽ ശക്തിയും ഉണ്ടായിരിക്കും. ദേഹത്തെ കാണുമ്പോഴാണ് സൂക്ഷ്മമായ രീതിയിലാണെങ്കിലും ദൃഷ്ടി മോശമാകുന്നത്. ദൃഷ്ടി മോശമാകുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉള്ളിൽ എന്ത് പ്രോസസ്സ് ചെയ്യുന്നുവോ അതും മോശമായി തീരും. എന്നാൽ സാഹോദര്യത്തിൻ്റെ ദൃഷ്ടിയിലൂടെ ദൃഷ്ടി മോശമാകുന്നില്ല. ഈ പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ വാക്കുകളിൽ ശക്തി നിറയുകയും ചെയ്യുന്നു. ചോദ്യം: ബാബ കുട്ടികളുടെ കടക്കാരനാണോ അതോ കുട്ടികൾ ബാബയുടെ കടക്കാരനാണോ? ഉത്തരം: നിങ്ങൾ കുട്ടികൾ അധികാരികളാണ്. ബാബ നിങ്ങളുടെ കടക്കാരനാണ്. നിങ്ങൾ കുട്ടികൾ ദാനം ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾക്ക് 100 മടങ്ങ് ബാബയ്ക്ക് നൽകേണ്ടി വരുന്നു. ഈശ്വരാർപ്പണമായി നിങ്ങൾ എന്ത് നൽകുന്നുവോ അടുത്ത ജന്മത്തിൽ അതിൻ്റെ റിട്ടേൺ ലഭിക്കുന്നു. നിങ്ങൾ ഒരു പിടി അവിൽ നൽകി വിശ്വത്തിൻ്റെ അധികാരി ആകുന്നു. അപ്പോൾ നിങ്ങൾ എത്ര വിശാല ഹൃദയരാകണം. ഞാൻ ബാബയ്ക്ക് നൽകി ഈ ഒരു ചിന്ത പോലും ഒരിക്കലും വരരുത്. ഇന്ന് ബാബ നമ്മുടെ പിതാവ് എന്ന രൂപത്തിൽ തൻ്റെ അസീമ സ്നേഹം കാട്ടുകയാണ്. ബാബ പറയുന്നു, കുട്ടികൾ അധികാരിയാണ്. ബാബയ്ക്കാണ് കുട്ടികളോട് കടമുള്ളത്. എന്തെല്ലാം കുട്ടികൾ സേവനത്തിനായി ഉപയോഗിക്കുന്നുവോ അല്ലെങ്കിൽ ഈശ്വരാർപ്പണം എന്ന് കരുതി നൽകുന്നുവോ അതിനെല്ലാം ബാബ 100 മടങ്ങായി റിട്ടേൺ നൽകുന്നു. ഭക്തി മാർഗത്തിലായിരുന്നപ്പോൾ ഒരു ജന്മം ചെയ്യുമ്പോൾ അടുത്ത ജന്മം അതിൻ്റെ റിട്ടേൺ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബാബ ഡയറക്റ്റായി വന്നിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിന് 100 ഇരട്ടിയായി നമ്മളുടെ അടുക്കലേക്ക് വരുന്നു. മാത്രമല്ല, അത് ഒരു ജന്മത്തേക്കല്ല, 21 ജന്മത്തേക്കാണ്. 21 ജന്മത്തേക്കെന്ന് പറയുമെങ്കിലും മുഴുവൻ കൽപ്പത്തിലേക്കും ആണ്. ഇപ്രകാരം ഒരു പിടി അവിൽ മാത്രമാണെങ്കിലും അതിന് റിട്ടേണായി വളരെ വളരെ അധികം ലഭിക്കുന്നു. അതിനാൽ ബാബ പറയാണ്, വളരെ വിശാല ബുദ്ധിയുള്ളവരാകണം. അല്പം മാത്രം ആയിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലിലല്ല, വളരെ വിശാലമായ ഒരു കൊടുക്കൽ വാങ്ങൽ നമ്മൾ ബാബയുമായി നടത്തണം. നമ്മൾ ബാബയ്ക്ക് കൊടുത്തു എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മൾ ഒന്ന് കൊടുക്കുമ്പോൾ നമ്മൾക്ക് റിട്ടേണായി 100 കോടികളും ആണ് ലഭിക്കുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ഭഗവാൻ നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ്. ആ ഭഗവാൻ ടീച്ചറായി പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള പദമാപദം ഭാഗ്യം സ്മരിച്ച് സന്തോഷത്തിലിരിക്കണം.
2. നമ്മൾ ആത്മാവ് സഹോദരങ്ങളാണ്. ഈ ദൃഷ്ടി ഉറപ്പിക്കണം. ദേഹത്തെ കാണരുത്. ഭഗവാനുമായി വ്യാപാരം ചെയ്തതിനു ശേഷം പിന്നെ ബുദ്ധി അലഞ്ഞു പോകരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുകയാണ്, നമ്മൾ എത്ര ഭാഗ്യശാലിയാണ് എന്നെപ്പോഴും സ്മരിക്കണം. നമ്മൾക്ക് സ്വയം ഭഗവാനെ സ്വന്തം പിതാവായി ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും ലോകത്തിലുള്ള എല്ലാവരുടെയും പിതാവ് ഭഗവാൻ തന്നെയാണ്. എന്നാൽ ഈ സംഗമയുഗത്തിൽ നമ്മൾക്ക് ഡയറക്റ്റായി പരമാത്മാവിൻ്റെ പാലന ലഭിക്കുന്നു. ഒപ്പം ടീച്ചറായി നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. ഈ പഠിത്തത്തിൻ്റെ ആധാരത്തിൽ നമ്മുടെ ഭാഗ്യം ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിൽ വളരെ വളരെ ഉയർന്നതാകുകയാണ്. ഇപ്രകാരമുള്ള ഭാഗ്യത്തെ സ്മരിച്ച് സന്തോഷത്തിലിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ദൃഷ്ടി സാഹോദര്യ ദൃഷ്ടി ആക്കണം. ഒരിക്കലും ശരീരത്തിൽ ശ്രദ്ധ കൊടുക്കരുത്. ഭഗവാനുമായി ഉള്ള വ്യാപാരമാണ് നാം ചെയ്യുന്നത്. ആ വ്യാപാരത്തിൽ നമ്മൾക്ക് കോടികളുടെ പദമങ്ങളുടെ ലാഭമാണ് ലഭിക്കുന്നത്. അതും ഒരു ജന്മത്തേക്കല്ല, വരാൻ പോകുന്ന മിക്കവാറും എല്ലാ ജന്മങ്ങളിലേക്കും ആണ്. അതിനാൽ ഇത്രയും വലിയ ഒരു വ്യാപാരം ചെയ്തതിന് ശേഷം പിന്നെ നമ്മളുടെ ബുദ്ധി അലഞ്ഞു തിരിഞ്ഞു പോകരുത്. വരദാനം: ഈ അലൗകിക ജീവിതത്തിൽ സംബന്ധത്തിൻ്റെ ശക്തിയിലൂടെ അവിനാശി സ്നേഹവും സഹയോഗവും പ്രാപ്തമാക്കുന്ന ശ്രേഷ്ഠ ആത്മാവായി ഭവിക്കട്ടെ. ഈ അലൗകിക ജീവിതത്തിൽ സംബന്ധത്തിൻ്റെ ശക്തി നിങ്ങൾ കുട്ടികൾക്ക് ഡബിൾ രൂപത്തിലാണ് പ്രാപ്തമാകുന്നത്. ഒന്ന്, ബാബയിലൂടെ സർവ സംബന്ധവുമുണ്ട്. രണ്ടാമത്തേത് ദൈവീ പരിവാരത്തിലൂടെ സംബന്ധമാണ്. ഈ സംബന്ധത്തിലൂടെ സദാ നിസ്വാർത്ഥ സ്നേഹം, അവിനാശിയായ സ്നേഹം, സഹയോഗം സദാ പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുക്കൽ സംബന്ധത്തിൻ്റെയും ശക്തിയുണ്ട്. ഇങ്ങനെ ശ്രേഷ്ഠ അലൗകിക ജീവിതം ജീവിക്കുന്ന ശക്തി സമ്പന്ന വരദാനി ആത്മാക്കളാണ്. ഇതിനാൽ പരാതി പറയുന്നവരല്ല, സദാ സന്തോഷമായി ഇരിക്കുന്നവരാണ്. ഈ അലൗകിക ജന്മത്തിൽ സംഗമയുഗത്തിൽ നമ്മൾ ആത്മാക്കൾക്ക് ബാബയിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളുടെ സുഖവുമുണ്ട്. ബ്രാഹ്മണ പരിവാരത്തിൻ്റെ ബന്ധത്തിൻ്റെ സുഖവും ഉണ്ട്. ഇത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. അവിനാശിയായ സ്നേഹവും സഹയോഗവുമാണ്. ബ്രാഹ്മണ ആത്മാക്കളുടെ കൂടെയായിരിക്കും നമ്മൾ മുഴുവൻ ജന്മങ്ങളും മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ബ്രാഹ്മണ ആത്മാക്കളുടെ സ്നേഹവും സഹയോഗവും ലഭിക്കുന്നു എങ്കിൽ അത് അവിനാശി തന്നെയാണ്. ഒപ്പം ഇത് നിസ്വാർത്ഥ സ്നേഹമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്കറിയാം, നമ്മളുടെ ഓരോ പ്രവൃത്തിയിലൂടെ നമ്മളുടെ ഭാഗ്യമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പെരുമാറ്റമാകട്ടെ, ചിന്താരീതിയാകട്ടെ, നമ്മളാണ് നമ്മുടെ ഭാഗ്യത്തെ ഉണ്ടാക്കുന്നത്. ലോകത്തിലാണെങ്കിൽ എല്ലാവരുമാണ് ഉണ്ടാക്കിത്തരുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളാണ്. ആര് നമ്മൾക്ക് എന്ത് തരുന്നുവോ അതിലൂടെ നമ്മുടെ ഭാഗ്യമുണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾക്കറിയാം, നമ്മുടെ ഭാഗ്യം സ്വയം ഭഗവാനാണ് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ സ്വയവും ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളുടെ പരിവാരത്തിൻ്റെ മേൽ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുന്നില്ല. അതിനാൽ അവരുടെ സ്നേഹമാകട്ടെ, നമ്മുടെ സ്നേഹമാകട്ടെ, ഇത് നിസ്വാർത്ഥമായി തീരുന്നു. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ അലൗകിക ജീവിതം ജീവിക്കുന്നവർ ശക്തിസമ്പന്നരുമാണ്, വരദാനി ആത്മാക്കളുമാണ്. ഇതിനാൽ പരാതി പറയരുത്, പകരം സന്തോഷമായി ഇരിക്കണം. സ്ലോഗൻ: ഏതു പ്ലാനും വിദേഹിയായി സാക്ഷിയായി ചിന്തിക്കണം. സെക്കൻഡിൽ പ്ലെയിൻ സ്ഥിതിയും ഉണ്ടാക്കണം. ഏത് പ്ലാൻ ഉണ്ടാക്കിയാലും അത് നാം വിദേഹി സ്ഥിതിയിൽ, ആത്മസ്ഥിതിയിൽ ഉണ്ടാക്കുന്നതിലൂടെ അതിൽ ആത്മ അഭിമാനി സ്ഥിതിയുടെ വൈബ്രേഷൻ നിറയും.
സാക്ഷിയായി ചിന്തിക്കണം. അപ്പോൾ അത് ഏത് തരത്തിൽ മുന്നോട്ടു പോയാലും നമ്മൾ ഒരിക്കലും അതിൽ ഡിസ്റ്റർബോ അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാവത്തിലോ വരില്ല. രണ്ടാമത്, ഒരു സെക്കൻഡിൽ തന്നെ നമ്മളുടെ സ്ഥിതി പ്ലെയിൻ സ്ഥിതി ആകുന്ന അഭ്യാസം ചെയ്യണം. അതായത് ഒന്നിൻ്റെയും പ്രഭാവത്തിൽ വരാതിരിക്കണം. അത് ഒരു സെക്കൻഡിൽ ചെയ്യുന്നതിനുള്ള പരിശീലനം ചെയ്യണം. ഓം ശാന്തി.